ലേണിങ്ങിന്റെയും ലേബറിന്റെയും ലീഡർഷിപ്പ് സ്കിൽസിന്റെയും ആ ഒരു റോൾ എന്താണ് ഇൻ മേക്കിംഗ് എ വുമൺ ലിബറേറ്റഡ്. ലെറ്റ് us see. സോ അവിടെ നമ്മൾ ആദ്യം പറയണം the 3 L's are all essential in liberating a woman. അല്ലെ, ഒരു സ്ത്രീയെ ലിബറേറ്റ് ചെയ്യുന്നതിനായിട്ട് ഈ 3 L's അത്യാവശ്യമാണ് എന്ന് നമ്മൾ പറയുന്നു. പിന്നെയോ ലേണിംഗ് മേക്സ് എ കോൺഷ്യസ് ഓഫ് എ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അല്ലെ, ലേണിംഗ് എന്ത് ചെയ്യുന്നു, ഒരു സ്ത്രീയെ അവരുടെ റൈറ്റ്സിനെ കുറിച്ച് അവരുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്നു. പിന്നെയോ ലേബർ ഹെൽപ്സ് ഹർ ഏൺ മണി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ നേഷൻസ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. അല്ലെ, ഇപ്പൊ ലേണിംഗ് വഴി ലൈക്ക് ഒരു ലേബർ അല്ലെങ്കിൽ ഒരു ജോലി നേടുന്നതിനായിട്ട് അവൾ പ്രാപ്തയാകുന്നു. അങ്ങനെ ഷീൽ ബി ഏബിൾ ടു ഏൺ മണി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ നേഷൻസ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. അല്ലെ, പിന്നെയോ ലീഡർഷിപ്പ് ആണെങ്കിലോ വിമൻ ഓഫൺ ലീഡ് ത്രൂ കോൺസെൻസസ് ബിൽഡിംഗ്, ഇൻക്ലൂഷൻ, compassion and sustainability, while men tend to be more rash and less sober in decisions. Okay, അപ്പൊ സ്ത്രീകള് ഡിസിഷൻ മേക്കിങ്ങില് മെന്നിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ടുള്ള ഡിസിഷൻ മേക്കേഴ്സ് ആണ് എന്നുള്ളതാണ് പറയുന്നത്.